രാജ്യത്ത് പരസ്യമായി പ്രദർശിപ്പിക്കപ്പെട്ടതിനു ശേഷം ഭഗവാൻ ബുദ്ധന്റെ പുണ്യാവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനുള്ള പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര പാർലമെന്റ് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു തിങ്കളാഴ്ച ഭൂട്ടാനിലേക്ക് പുറപ്പെട്ടു. പൊതുപ്രദർശനത്തിനായി ഭൂട്ടാനിൽ കൊണ്ടുവന്ന ഭഗവാൻ ബുദ്ധന്റെ പുണ്യാവശിഷ്ടങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകാനാണ് ഭൂട്ടാൻ രാജ്യത്തേക്ക് പോവുകയാണെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ റിജിജു പറഞ്ഞത്. ഈ മാസം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ നടന്ന നിരവധി സാംസ്കാരിക കൈമാറ്റങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. നവംബർ 9 ഭൂട്ടാനിൽ പൊതുദർശന വേളയിൽ ഭഗവാൻ ബുദ്ധന്റെ പുണ്യാവശിഷ്ടങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ആദരണീയവുമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാന്റെ നേതൃത്വത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ എടുത്തു കാണിക്കുന്നതായിരുന്നു അത്. ബുദ്ധന്റെ തിരുശേഷിപ്പുകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആദരപൂർവമായ സ്വീകരണത്തിന് ഭൂട്ടാന്റെ ജനങ്ങൾക്കും നേതൃത്വത്തിനും ഹൃദയംഗമമായ നന്ദി. സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഐക്യത്തിന്റെയും കാലാതീതമായ സന്ദേശമാണ് ഈ തിരുശേഷിപ്പുകൾ. ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെയും പങ്കിട്ട ആത്മീയ പൈതൃകം തമ്മിലുള്ള ഒരു പവിത്രമായ കണ്ണിയാണെന്നും പ്രധാനമന്ത്രി മോദി എക്സിലെ തന്റെ പോസ്റ്റിൽ എഴുതിയിരുന്നു. ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന അവശിഷ്ടങ്ങൾ നവംബർ 8 മുതൽ 18 വരെ പ്രദർശനത്തിനായി ഭൂട്ടാനിലേക്ക് അയച്ചിരുന്നു. ഇത് രണ്ടയൽക്കാർക്കും ഇടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സാംസ്കാരിക ബന്ധത്തെ അടിവരയിടുന്നു. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാറും മുതിർന്ന ബുദ്ധ സന്യാസിമാരും ഉദ്യോഗസ്ഥരും ചേർന്നാണ് തിരുശേഷിപ്പുകൾക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഭൂട്ടാൻ ആഭ്യന്തരമന്ത്രി ഷെറിംഗ്, കേന്ദ്ര സന്യാസ സഭയിലെ ഷോക്കി ലോപ്പൻ, പാരോ മേയർ നോർബു വാങ്ചുക്, ഭൂട്ടാനിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ആര്യ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ, സന്യാസിമാർ എന്നിവർ പങ്കെടുത്ത ഗംഭീരമായ ചടങ്ങോടെയാണ് തിരുശേഷിപ്പുകളെ പാരോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. രാജകീയ രാജ്ഞി മാതാവ് ദോർജി വാങ്മോ വാങ്ചുക്, രാജകുമാരൻ ജിഗ്യേൽ ഉഗ്യേൻ വാങ്ചുങ് എന്നിവരും തിരുശേഷിപ്പുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ചടങ്ങിന് ശേഷം തിരുശേഷിപ്പുകൾ തിംഫുവിലെ താഷിജോസോങ്ങിലെ ഗ്രാൻഡ് കുൻട്രി ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ പരമ്പരാഗത ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അവയെ പ്രതിഷ്ഠിച്ചു. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് ബഹുമതി തോന്നുന്നുവെന്നും ചടങ്ങിൽ സംസാരിച്ച വീരേന്ദ്രകുമാർ പറഞ്ഞു. ഈ പ്രദർശനം ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ബുദ്ധൻ പ്രചോദിപ്പിച്ച സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും പങ്കിട്ട പൈതൃകത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂട്ടാനിലേക്ക് തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നതിന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോബ്ഗെ ഇന്ത്യ ഗവൺമെന്റിനെ നന്ദി പറയുകയും ചെയ്തു. ഭൂട്ടാൻ രാജാവ് വിഭാവനം ചെയ്ത ഈ പരിപാടി ആഗോള സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെയും അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷന്റെയും ശ്രമങ്ങളെ അഭിനന്ദിച്ച ടോബ്ഗെ ഈ പ്രദർശനത്തെ ഭൂട്ടാൻ ഇന്ത്യ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലെന്ന് വിശേഷിപ്പിച്ചു. പുണ്യ സന്ദർശനത്തിന് സൗകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി മോദിയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബുദ്ധമത ബന്ധത്തെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ഈ പ്രദർശനം മാറി. മംഗോളിയ, തായ്ലാന്റ്, വിയറ്റ്നാം, റഷ്യയിലെ കൽമീകിയ മേഖല എന്നിവിടങ്ങളിലെ പ്രദർശനങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധമത പൈതൃകം പങ്കിടാനുള്ള ഇന്ത്യയുടെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണിത്. പിപ്രഹുവ രത്നാവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പരിപാടി നടന്നത്. പ്രധാനമന്ത്രി മോദി ഇതിനെ ദേശീയ അഭിമാനത്തിന്റെ നിമിഷമായി വിശേഷിപ്പിച്ചു. നവംബർ 11 മുതൽ 12 വരെ ഭൂട്ടാനിലേക്ക് തന്റെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി മോദി ഇരു അയൽക്കാർക്കും തമ്മിലുള്ള അടുത്ത പങ്കാളിത്തവും ഉന്നതതല വിനിമയ പാരമ്പര്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഭൂട്ടാൻ സന്ദർശിച്ചത്. മാത്രമല്ല, ഇന്ത്യ ഭൂട്ടാൻ ബന്ധങ്ങളുടെ ശക്തി ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദ ഉടമ്പടിയുടെ അടിത്തറയിൽ വേരൂന്നിയതാണ്. 1949 ശാശ്വത സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉടമ്പടിയുടെ 2007 പരിഷ്കരണത്തോടെയാണ് ഈ ബന്ധം വികസിച്ചത്. 2007 ഉടമ്പടി പരസ്പര പ്രതിബദ്ധതയുടെ ഒരു ചട്ടക്കൂട് സ്ഥാപിച്ചു. പരസ്പരം സ്വാതന്ത്ര്യവും പരമാധികാരം, പ്രാദേശിക സമഗ്രത എന്നിവയോടുള്ള അവരുടെ ബഹുമാനവും ഇത് വീണ്ടും ഉറപ്പിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.